അപ്പം ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് എനിക്ക് ഒട്ടും വയ്യാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് പോയിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആൻറ്റിബയോട്ടിക് കുടിക്കുമ്പോൾ എനിക്ക് തീരെ അത് പിടിക്കുന്നില്ല. എനിക്ക് ശരീരം മൊത്തം വിറയൽ വരികയായിരുന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും മിച്ചുമോളും ദിനുമോളാണ് കേട്ടോ പോണത്. അവർക്കിന്ന് സ്കൂളില്ലാത്ത ദിവസമല്ലേ. ദിനുമോൾക്ക് ഉറങ്ങാനാണ് ഇഷ്ടം. ഞാൻ അവളെ വിളിച്ച് പോയി. ഇനി അഥവാ ഡോക്ടർ ട്രിപ്പ് ഇടണമെന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് നേരം കുട്ടീനെ നോക്കാൻ ആളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അവളെയും കൂട്ടിപ്പോയി. അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ പച്ചപ്പുള്ള നല്ല മനോഹരമായ കാഴ്ച കണ്ടതാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അടുത്തുള്ള കോട്ടപ്പാടത്ത് വിൻകെയർ ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറവില്ലെങ്കിൽ വരണമെന്ന്. പിന്നെ വീണ്ടും ഞാൻ അവിടെ തന്നെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ചെന്ന പാടെ അവർ പിന്നെ എൻ്റെ പ്രഷർ ചെക്ക് ചെയ്തു. പിന്നെ അതേപോലെ പനി ഉണ്ടോയെന്ന് നോക്കി. അപ്പോൾ അതൊക്കെ നോർമലാണ്. പിന്നെ അങ്ങനെയാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് കുടിച്ചതിൻ്റെ അലർജിയാണെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ വിറയൽ കൂടുതലായിരുന്നു കേട്ടോ, ചുമയും കൂടുതലായിരുന്നു. അപ്പോൾ കുറവുണ്ടാവില്ല. ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് ഇനി കുടിക്കണ്ട പറഞ്ഞു. അപ്പോൾ അത് റിട്ടേൺ അവർ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ മേൽവേദനയ്ക്കുള്ള ഗുളിക മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റിട്ടേൺ കൊടുത്തപ്പോൾ എനിക്ക് ക്യാഷ് തിരിച്ചിങ്ങോട്ട് തന്നിട്ട് അവർ. പിന്നെ ഞാൻ നേരെ പോയത് കോട്ടപ്പാടത്ത് മൊബൈൽ ഷോപ്പിലോട്ടാണ്. എൻ്റെ സിമ്മ് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി. പിന്നെ അവിടുന്ന് ഞാൻ അങ്ങനെ സിമ്മൊക്കെ കിട്ടി അങ്ങനെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.